ഹായ് ഹലോ നമസ്കാരം, ഐ എം രജിത. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒഡീഷ സ്പെഷ്യൽ പോഡോപിറ്റയാണ്. പോഡോപിറ്റ എന്ന് പറഞ്ഞാൽ ചുട്ട അപ്പം എന്നാണ്. ഈ അപ്പമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെയാണ്, റവ കൊണ്ടാണ്, റവയും ഉഴുന്നും ഇട്ടിട്ടുള്ള അപ്പമാണ്. ഇത് നല്ല അടിപൊളിയാണ്. ഇതുപോലെ കേക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കേക്ക് പോലെ ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. റവ കൊണ്ടുള്ള ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പോഡോപിറ്റയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് റവ, അതായത് സുജി, പിന്നെ ഉഴുന്നുപരിപ്പ് വേണം, പഞ്ചസാര വേണം. പഞ്ചസാരയ്ക്ക് ഇവിടെ ചിന്നി എന്നാണ് പറയുന്നത്. പിന്നെ തേങ്ങ തിരുമിയത് വേണം, കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങ കൊത്ത് വേണം. മസാലയാണ് പിട്ട മസാല എന്ന് പറയുന്ന ഒരു മസാല ഇവിടെ കിട്ടും. ഏലക്ക ഏലക്ക ഒരു 2-3 വേണം. കുരുമുളക് പൊടി വേണം. ബോഡി LIC ആണ് ഇതിൻ്റെ പേര്. ഇത് ഏലക്കയുടെ തന്നെ ഒരു വലിയ ഏലക്ക സൈസാണ്. ഓപ്ഷനാണ്, ഏലക്കാപ്പൊടി മാത്രം ഇട്ടാലും മതി. ഇവിടെ കിട്ടുന്ന ഒരു മസാല ആയതുകൊണ്ടാണ് ഇതിടുന്നത്. ആദ്യം നമുക്ക് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് വേണം. ഇത് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. റവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. പിന്നീട് പഞ്ചസാര നമുക്ക് നോക്കിയിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. ഉഴുന്ന് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടി തന്നെ അരച്ചെടുക്കണം. പഞ്ചസാരയും തേങ്ങയൊക്കെ ഇടുമ്പോൾ അതിലൊരു വെള്ളം വരും. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. കൈകൊണ്ട് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ. ബെല്ലീഫ് ഒരു 2-3 ഇടണം, നല്ല സ്മെല്ല് വരാനാണ്. ഇനി കാഷ്നട്ട്, കിസ്മിസ് ഇടാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയാണ്. ഇത് നന്നായിട്ട് നല്ല പൊടിച്ച് വെച്ച മസാലയാണ്. ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതാ ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നെയ്യുടെ റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നെയ്യ് നന്നായിട്ട് പുരട്ടിയതാണ്. ഇതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ഈസിയാണ് ഈ കടി ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചധികം നമ്മൾ കേക്കിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിന് മുകളിൽ ഇതുപോലെ കിസ്മിസ്, കാജു ഒക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഒന്നും കൂടി ഉണ്ടാക്കുകയാണ്. കുറച്ചും കൂടി മാവുണ്ട്. പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. ഇതാദ്യം പ്രഷർ കുക്കറിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വാഴയില വെക്കുക. ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് വേണ്ട, നമുക്ക് വാഴയില വേണ്ട. പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ വാഴയില നെയ്യ് പുരട്ടിയിട്ട് വെച്ച് അതിന് മുകളിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് മാത്രം മതി. ഇതുപോലെ കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഓക്കെയാണ്. നമ്മൾ വെച്ചു. ഇതുപോലെ മൂടി വെക്കുക. തീ കുറച്ച് വെക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ നമ്മൾ ഒഴിച്ചത് ഇതുപോലെ ഇടരുത്, നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതുപോലെ തുറന്ന് നോക്കാം. അടിപൊളി. സൈഡൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. കുറച്ചൊരു 2-3 മിനിറ്റും കൂടി ആയാൽ റെഡി. അപ്പമാണ്. ഇത് നല്ല അടിപൊളിയാണ്. ഇതുപോലെ കേക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കേക്ക് പോലെ ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. 20 മിനിറ്റ് മതി. പ്രഷർ കുക്കറിൽ വെച്ച് വിസിലിടാതെ വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റിലാവും. തിരിച്ചൊന്നും ഇടണ്ട. ഇതുപോലെയാണ്. നല്ല ടേസ്റ്റി അപ്പമാണ്. ഇത് നമ്മൾ പാനിൽ വെക്കുന്നത് തിരിച്ചും മറിച്ചിടണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്.
ഇതുപോലെ നല്ല സോഫ്റ്റി അപ്പമാണ്. ഇത് ഞാൻ 2 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട അപ്പമാണ്, ഇത് തിരിച്ചിടാത്തതാണ്. ഇത് കേക്കിൻ്റെ രൂപത്തിലാണ്. എല്ലാവരും ഈ കടിയൊന്ന് ഉണ്ടാക്കി നോക്കണം. മുറിച്ച് നോക്കാം. കേക്ക് പോലെ നല്ല സ്പോഞ്ചി അപ്പമാണ്. ഇതാ, ഇത് വാഴയിലയാണ്. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും കേക്ക് പോലെ ഉണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ റവ കൊണ്ടുള്ള നല്ല അടിപൊളി അപ്പം, ഇവിടുത്തെ ഒഡീഷ സ്പെഷ്യൽ പോടോപ്പിട്ട. എല്ലാവരും ഈ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിൽ പോയി ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒഡീഷ റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.